സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ എഴുതാൻ പോകുന്ന +1 അക്കൗണ്ടൻസി പരീക്ഷയിലെ ഫോക്കസ് ഏരിയയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഫോക്കസ് ഏരിയ എന്ന് വെച്ചാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ഒരു സർക്കുലറിലൂടെ നമുക്ക് അടുത്ത നിങ്ങൾ എഴുതാൻ പോകുന്ന +1 ഓരോ വിഷയങ്ങൾക്കും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്ന ഏരിയ ഏതാണ് മുൻകൂട്ടി നമ്മളെ അടയാളപ്പെടുത്തി കാണിച്ചിട്ടുണ്ട്. ആ ഏരിയയാണ് നമ്മൾ ഫോക്കസ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ അക്കൗണ്ടൻസിയുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സിലെ ഏതൊക്കെ ഏരിയകളാണ് നമ്മൾ മുൻഗണന നൽകി പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് വരാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഫോക്കസ് ഏരിയ ഏതൊക്കെയാണ് അക്കൗണ്ടൻസിയുടെ ഫോക്കസ് ഏരിയ? നമ്മളിപ്പോ +1 അക്കൗണ്ടൻസി പഠിച്ചവരാണ്. അപ്പൊ ഏതൊക്കെ റിവേഴ്സ് ചെയ്യാൻ പോകുന്നവരാണ്? ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ് സ്കൂളുകളിൽ. അപ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോൾ ഏത് ഏരിയകളാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകി പഠിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പഠിച്ചെടുക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, ഏത് ഏരിയകൾക്കാണ് നമ്മൾ കുറവ് പ്രാധാന്യങ്ങൾ നൽകേണ്ടത് എന്ന് അക്കൗണ്ടൻസിയുടെ സബ്ജക്റ്റിന്റെ മാത്രം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ അക്കൗണ്ടൻസിയിലെ ആദ്യത്തെ ചാപ്റ്റർ, ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ ചാപ്റ്ററിൽ. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ആ ഏരിയ കവർ ചെയ്യുന്ന കാര്യങ്ങളിലെ കുറച്ച് കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിൽ വരുന്ന പോയിന്റിൽ വരുന്ന ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, മീനിങ് ഓഫ് അക്കൗണ്ടൻസി, അക്കൗണ്ടിങ്ങിന്റെ മീനിങ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ പറയുന്നത്. അക്കൗണ്ടിങ്ങിന് മീനിങ് എഴുതാൻ അറിയണം. മീനിങ്ങിൽ നിങ്ങൾക്ക് ഡെഫിനേഷൻ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. മീനിങ് എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഡെഫിനേഷനെ നിങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന, നിങ്ങൾ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മീനിങ്ങിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് നിങ്ങളുടെ ഭാഷയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. മീനിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ ഒബ്ജക്റ്റീവ്സ്, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ ചർച്ച ചെയ്ത ഭാഗമാണ്. സ്വാഭാവികമായിട്ടും അക്കൗണ്ടിങ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എക്സാമിന് ഫോക്കസ് ഏരിയയിലുള്ളതാണ്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം ഫോക്കസ് ഏരിയയിലുള്ളതാണ്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്കറിയാം, റിലേറ്റീവിറ്റി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സാം എന്തായാലും ചോദിക്കുന്നതാണ്. അതുപോലെ ബേസിക് അക്കൗണ്ടിംഗ് ടേംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബേസിക് അക്കൗണ്ടിംഗ് ടേംസിൽ ഒന്നുപോലും ഒഴിവാക്കിയിട്ടില്ല. ബേസിക് അക്കൗണ്ടിംഗ് ടേംസിലെ എല്ലാ ടേംസും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ ബേസിക് അക്കൗണ്ടിംഗ് ടേംസ്, ഇത്രയും ഏരിയകളാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പ്രാധാന്യം നൽകുന്നത്. ഇതിനർത്ഥം ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്തിനെങ്കിലും അക്കൗണ്ടിംഗ് യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആദ്യത്തെ ചാപ്റ്ററിലുണ്ട്. നമ്മളത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അക്കൗണ്ടിംഗ് യൂസേഴ്സിൽ നിന്ന് പ്രോബ്ലം ഒന്നും ചോദിക്കില്ല, അക്കൗണ്ടിംഗ് യൂസേഴ്സിൽ നിന്ന് ചോദ്യമൊന്നും ചോദിക്കില്ല എന്നല്ല. പക്ഷെ നിങ്ങൾ പ്രാധാന്യം നൽകുന്നത്, കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് ഈ ഫോക്കസ് ഏരിയക്കാണ്. ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് വേണ്ട മിനിമം മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാക്സിമം മാർക്ക് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും ഉണ്ടാകും, ഫോക്കസ് ഏരിയയിൽ നിന്നും ഉണ്ടാവും. രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. നമ്മുടെ പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിൽ കുറച്ച് പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും ഒക്കെ ഉണ്ട്. ആ ചാപ്റ്റർ എല്ലാം ഒരു തവണ 1-2 തവണ നിങ്ങൾ വായിച്ചെടുക്കുക. ആ ചാപ്റ്റർ മുഴുവൻ ഒരു ഏരിയ പോലും കളയാതെ നിങ്ങളൊന്ന് വായിച്ചെടുക്കുക. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ എക്സാമിന്റെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ പഠിക്കുക? നിങ്ങൾ ബിസിനസ് എബിലിറ്റി കൺസെപ്റ്റിനെ കുറിച്ച് വളരെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, മണി മെഷർമെന്റ് കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുക. 2 ഗോയിങ് കൺസേൺ കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുക. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിനെ കുറിച്ച് പഠിക്കുക. മാച്ചിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റീവ്സിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസിൽ കുറച്ചെണ്ണത്തിന് നമ്മൾ പ്രാധാന്യമില്ല, ഫോക്കസ് ഏരിയയിൽ ഇല്ല
ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചെണ്ണത്തിന് മാറ്റി വെക്കുന്നുണ്ട്. അവയെ കുറിച്ച് പഠിക്കരുതെന്നല്ല, പക്ഷെ കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക, മണി മെഷർമെന്റ് കൺസെപ്റ്റ് പഠിക്കുക, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പഠിക്കുക, ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ പഠിക്കുക, മാച്ചിങ് പ്രിൻസിപ്പിൾ പഠിക്കുക, അതുപോലെ കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം പഠിക്കാം. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അതാണ് എനിക്ക് തോന്നുന്നു ഈ വർഷം പഠിക്കാനുള്ള ഏറ്റവും കോർ ആയിട്ടുള്ള ചാപ്റ്റർ അതാണ്. ഓക്കെ, ബാക്കി എല്ലാ ചാപ്റ്ററിന്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് ഈ തേർഡ് ചാപ്റ്റർ എന്താണ് അക്കൗണ്ടിങ് എന്ന് യഥാർത്ഥത്തിൽ പഠിക്കുന്ന ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ തേർഡ് ചാപ്റ്ററിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് അവിടെ ആ തേർഡ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അക്കൗണ്ടിങ് ഇക്വേഷൻ, നമ്മൾ ജേർണൽ എൻട്രി എഴുതാൻ പഠിച്ചു, ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു, അതുപോലെ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നു. ഇതൊക്കെയാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിക്കുന്നു. അതുപോലെ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ അസറ്റ് മൈനസ് അസറ്റ് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി സെക്യൂരിറ്റി അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ചെക്ക് ചെയ്യാൻ പഠിക്കുന്നു. ആ ഏരിയ ഒക്കെ അതിലുള്ളതാണ്. ഓക്കെ, അതില് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്നും അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ചെയ്യുന്ന ഇക്വേഷൻ ചെക്ക് ചെയ്യുന്ന പ്രോബ്ലം എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കാം. അക്കൗണ്ടിങ് ഇക്വേഷൻ ചെക്ക് ചെയ്യുന്ന പ്രോബ്ലം. അതുപോലെ ജേർണൽ എൻട്രിയിലേക്ക് വരുമ്പോൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. തിയറിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, തിയറി ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനെ കുറിച്ചുള്ള തിയറി, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്, അതുപോലെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അതുപോലെ അക്കൗണ്ടിങ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം 3-4 ഐറ്റംസ് ഉൾപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം. അതുപോലെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാര്യങ്ങള്. അതുപോലെ ജേർണൽ എന്താണ്, ജേർണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് എഴുതുന്നത്, ഇതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചാപ്റ്ററിൽ ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. വീഡിയോസ് ഒന്നുപോലും മിസ് ചെയ്യാതെ കാണാം. ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വീഡിയോസ് ഉണ്ട്. നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്ന ചാപ്റ്റർ, നാലാമത്തെ ചാപ്റ്റർ സബ് ഡിവിഷൻസ് ഓഫ് ജേർണലിനെ കുറിച്ചൊക്കെ പറയുന്ന, ക്യാഷ് ബുക്കിനെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്ററാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2. ഓക്കെ, അതും ഒരുപാട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, ഒരുപാട് നന്നായി പഠിച്ചെടുക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഒഴിവാക്കി കളയാൻ പറ്റുന്ന ചാപ്റ്റർ അല്ല. ഫോക്കസ് ഏരിയയിൽ ഓൾമോസ്റ്റ് ആ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1ഉം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 ഫോക്കസ് ഏരിയയിൽ നോക്കേണ്ട കാര്യമില്ല, മുഴുവൻ പഠിക്കുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് ഏറ്റവും കോർ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഫോക്കസ് ഈ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2ൽ നിന്ന് സബ് ഡിവിഷൻസ് ഓഫ് ജേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെഷ്യൽ ജേർണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, സബ് ഡിവിഷൻസ് ഓഫ് ജേർണലിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എന്തിനാണ് ഈ സബ് ഡിവിഷൻസ് ഓഫ് ജേർണൽ, അതായത് സ്പെഷ്യൽ ജേർണൽസ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ബാങ്കിന്റെ കോളം ഒഴിവാക്കിയിട്ട് ക്യാഷിനെ കുറിച്ച് മാത്രം എഴുതുന്ന ആ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ക്യാഷ് അക്കൗണ്ട് പറയുന്ന പോലെ. അതുപോലെ ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ബാങ്കിന്റെ കോളം കൂടി ചേർത്തിട്ടുള്ള നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ട് പഠിക്കുന്ന ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അതുപോലെ തന്നെ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് ആവാം, സിംഗിൾ പെറ്റി ക്യാഷ് ബുക്ക് ആവാം. എന്തായാലും പെറ്റി ക്യാഷ് ബുക്ക് എന്താണ്, അതുപോലെ ഇംപ്രസ്ഡ് സിസ്റ്റം, പെറ്റി ക്യാഷ് ബുക്കിന്റെ ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണ്, അതുപോലെ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, പെറ്റി ക്യാഷ് ബുക്കിന്റെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രോബ്ലവും പ്രതീക്ഷിക്കാം. അതുപോലെ ആ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രോബ്ലവും പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലങ്ങൾ. അതുപോലെ തന്നെ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, ആ ഏരിയ ഒന്നും ഒഴിയാതെ ആ ചാപ്റ്റർ ഓൾമോസ്റ്റ് എല്ലാം. ഓക്കെ, അതിന് ഫോക്കസ് ഏരിയയിൽ ഒഴിവാക്കി എന്ന് പറയാൻ പറ്റുന്ന ഏരിയസ് ഒന്നുമില്ല. എന്നുകൂടി പറയാം, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഒരുപാട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ എന്താണ് സബ് ഡിവിഷൻസ് ഓഫ് ജേർണൽ എന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാം. ഒപ്പം സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്ന് പഠിക്കുക. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആ ക്യാഷ് ബാങ്കിന്റെ കോളം ഇല്ലാത്ത, ക്യാഷിന് മാത്രം കോളമുള്ള ക്യാഷ് അക്കൗണ്ട് തന്നെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്താണ്, ഡബിൾ കോളം ബാങ്കിനും ക്യാഷിനും കോളമുള്ള ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എന്തായാലും പഠിച്ചുള്ള ഷുവർ ക്വസ്റ്റ്യൻ. എന്തായാലും ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ പെറ്റി ക്യാഷ് ബുക്ക് എന്താണ്, ഇംപ്രസ് സിസ്റ്റം എന്താണ്, പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അനലിറ്റിക്കൽ കോളംസും കൂടി വെച്ചിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ പെറ്റി ക്യാഷ് ബുക്കിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. നിങ്ങൾ ക്യാഷ് ബുക്കിന്റെ പെറ്റി ക്യാഷ് ബുക്കിന്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടുകൊള്ളുക നല്ലോണം. അതുപോലെ തന്നെ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ,
എന്തായാലും ചോദിക്കുന്ന അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്ററുകൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1ഉം 2ഉം. അടുത്ത ചാപ്റ്റർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പ്രോബ്ലം ചെയ്യുന്ന ഏരിയയെ നമ്മൾ അധികം ഫോക്കസ് നൽകിയിട്ടില്ല. പകരം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഓക്കെ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം എന്താണ്, കൺസെപ്റ്റ് എന്താണ്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ആവശ്യം എന്താണ്, എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു മീനിങ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന 4 ഭാഗവും, അതുപോലെ ബാങ്ക് പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിൽ ഈ ഡിഫറൻസ് വരാൻ, ഈ മിസ്മാച്ച് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് കളക്ടഡ്, ഓക്കെ, അല്ലെങ്കിൽ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഒരു 5-8 കാരണങ്ങൾ പറയുന്നുണ്ട്. ക്യാഷ് ബുക്കും പാസ്ബുക്കും ഒരുപോലെ അല്ലാതെ വരാനുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. ആ ഏരിയക്ക് വളരെ പ്രാധാന്യം കൊടുക്കുക. തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഒപ്പം ഒരു സിമ്പിൾ ആയിട്ടുള്ള ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ കൂടെ പഠിച്ചോളാം. അധികം കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത വളരെ എളുപ്പത്തിൽ ചെയ്ത് എടുക്കാവുന്ന ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാം. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നല്ല വൃത്തിയിൽ പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ട്രയൽ ബാലൻസ്. അതില് എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ, ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ നിന്ന് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിന് നമ്മൾ ഒന്നുമല്ലേ കുറച്ചൊന്നും പ്രാധാന്യം കുറച്ചിട്ടുണ്ട്. പകരം ട്രയൽ ബാലൻസ് എന്താണ്, വാട്ട് ഈസ് ട്രയൽ ബാലൻസ്, ഓക്കെ, ട്രയൽ ബാലൻസ് എന്താണ്, ഒപ്പം ട്രയൽ ബാലൻസിന്റെ മീനിങ് എന്താണ്, ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്തിനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, ഓക്കെ, അതുപോലെ പ്രിപ്പറേഷൻ എന്താണ്, എങ്ങനെയാണ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത്, കുറച്ച് അക്കൗണ്ടുകളിൽ നിന്ന് എങ്ങനെയാണ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത്, ആ ട്രയൽ ബാലൻസ് ഉണ്ടാക്കാനുള്ള 2 മെത്തേഡുകളുണ്ട്. ഓക്കെ, ആ മെത്തേഡുകൾ ഏതൊക്കെയാണ്, അതുപോലെ ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ നിന്ന് ട്രയൽ ബാലൻസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, ഇത്രയും കാര്യങ്ങളാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോ കുറച്ച് ഏരിയാസിനെ ട്രയൽ ബാലൻസ് എറേഴ്സ് റെക്ടിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഏരിയാസിനെ നമ്മൾ ഫോക്കസ് പോയിന്റിൽ നിന്നൊന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഫോക്കസ് മുഴുവൻ നൽകുന്നത് ട്രയൽ ബാലൻസിലേക്കാണ്. ഓക്കെ, അത് നല്ല കാര്യമാണ്. കാരണം റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകാവുന്ന ഏരിയയാണ്. പക്ഷെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾക്ക് ഡൗട്ടിന്റെ ആവശ്യമില്ല. പ്യുവർ തിയറിയാണ്. നിങ്ങൾക്ക് നല്ലോണം ടെക്സ്റ്റ് വായിക്കുക നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചെയ്താൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 and 2, നമ്മൾ 1, 2 എന്നൊക്കെ പറഞ്ഞ് രണ്ടെണ്ണാക്കി പറയുന്നുള്ളൂ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന 2 ചാപ്റ്റർ. ഓക്കെ, അതാണല്ലോ ഇതിലെ അടുത്ത പ്രധാനപ്പെട്ട ഏരിയ. യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ ഒരു കോർ ആയിട്ടുള്ള ഏരിയ. ഓക്കെ, അതുകൊണ്ട് ആ ഏരിയയിൽ നിന്ന് ഷുവറായിട്ടും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ റെക്കോർഡിംഗ് ഓഫ് 1 and 2 എന്ന് പറയുന്ന ഏരിയ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അവർ പെർസെന്റേജ് ബേസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പിന്നെ ഏരിയ എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഏരിയ 1 and 2 ആണ്. നിങ്ങൾക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതൊക്കെയാണ് ഐറ്റംസ് വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതൊക്കെയാണ് ഐറ്റംസ് വരുന്നത്, ബാലൻസ് ഷീറ്റ് ഏതൊക്കെയാണ് ഐറ്റംസ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. എന്തായാലും ഷുവർ ആയിട്ടും അതൊരു സംശയമില്ല, എക്സാമിന് ചോദിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ. ഓക്കെ, എക്സാമിന് ഈ അഡ്ജസ്റ്റ്മെന്റുകൾ ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണ്. അഡ്ജസ്റ്റ്മെന്റുകൾ കുറച്ച് എണ്ണം കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഫോക്കസ് ഏരിയയിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ ഏതൊക്കെയാണ് നോക്കുക. പഠിക്കുമ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റുകൾ ട്രീറ്റ്മെന്റ് എന്തായാലും പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ആ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ, ഈ ഇന്ന കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾ പിന്നെ ഫൈനൽ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തിയററ്റിക്കൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഒപ്പം തന്നെ നിങ്ങളോട് എന്ത് ചോദിച്ചേക്കാം, ഈ ഒരു വലിയ പ്രോബ്ലത്തില് ഇത് ചെയ്യാൻ നിങ്ങളോട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞേക്കാം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, അക്രൂഡ് ഇൻകത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, ഇൻകം റിസീവ്ഡിന്റെ അഡ്വാൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, ഡിപ്രീസിയേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്. അപ്പൊ ഒരുപാട് എണ്ണത്തിൽ നിന്ന് അതിന് പ്രിസൈസ് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 and 2 എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് ചോദിക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉൾപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ചോദിക്കാം. ബാലൻസ് ഷീറ്റിലെ ഐറ്റംസിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാം. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കാം. അക്രൂഡ് ഇൻകത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കാം.
ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിക്കാം, അതുപോലെ ഡിപ്രീഷിയേഷൻ എന്താണെന്ന് ചോദിക്കാം. അപ്പൊ കുറച്ച് സാധനങ്ങളെ നമ്മുടെ ബാഡ് ഡെപ്റ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഒരു ചോദ്യവും ചോദിക്കാതെ മാറ്റി വെച്ചതൊന്നല്ല, അതിൽ നിന്നിലേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ മേഖലയിൽ നിന്നാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ അഡ്ജസ്റ്റ്മെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങളോട് ചോദിക്കാം. ഒരുപാട് ഐറ്റംസ് ഉള്ള വളരെ ബുദ്ധിമുട്ടില്ലാത്തല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങളോട് ചോദിക്കാം. അപ്പൊ റെക്കോർഡിംഗ് 1 and 2 എന്ന് പറയുന്ന ആ ഒരൊറ്റ ചാപ്റ്റർ, നമുക്ക് ഒരു ചാപ്റ്റർ കണക്കാക്കാവുന്ന ചാപ്റ്ററിൽ നിന്ന് പിന്നീട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആയിരിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റുള്ള ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളോട് എന്തായാലും പറയും. അപ്പൊ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നിങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചോളൂ. അതിൽ നിന്ന് എന്തായാലും. പിന്നെ അടുത്ത ചാപ്റ്റർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണെന്നും ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം, എന്തിനു വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്, അതുപോലെ മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉൾപ്പെടുന്ന ഏരിയ ഫോക്കസ് ഏരിയയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മാർക്കിനുള്ളതാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അതിന് പിന്നിലേക്കുള്ള നമ്മുടെ ചാപ്റ്റേഴ്സിനെ ഫോക്കസ് ഏരിയയിൽ നിന്ന് നമ്മൾ മെല്ലെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കേണ്ട ഏരിയ ഇതൊക്കെയാണ്. ഓക്കെ, മുന്നിൽ നിന്ന് പിന്നിലേക്ക് പറഞ്ഞാല് എന്താണ് അക്കൗണ്ടിങ് എന്ന ഏരിയ, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, ബേസിക് അക്കൗണ്ടിങ് ടേംസ്, ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഏരിയ പ്യൂർ തിയറിയാണ്. അതുപോലെ നമ്മുടെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസെപ്റ്റ്, ഡ്യൂൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ്. അതുപോലെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഒന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല 1 and 2 ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും. എന്നാൽ നമ്മൾ ബാങ്ക് റീകൺസിലിയേഷനിൽ വരുമ്പോൾ പ്രോബ്ലത്തിന് കുറവ് പ്രാധാന്യം നൽകിയിട്ട് ബാങ്ക് റീകൺസിലിയേഷന്റെ തിയറി, ട്രയൽ ബാലൻസിലേക്ക് വരുമ്പോൾ ട്രയൽ ബാലൻസിലെ പ്രോബ്ലത്തിന്, റെക്ടിഫിക്കേഷൻ ഓഫ് റിവേഴ്സൽ പ്രോബ്ലത്തിന് കുറച്ച് പ്രാധാന്യം കുറച്ചുണ്ട്. ട്രയൽ ബാലൻസ് എന്താണ്, ട്രയൽ ബാലൻസിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള തിയറി, അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് സ്റ്റേറ്റ്മെന്റ് കുറയ്ക്കാനൊന്നുമില്ല. അത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും. അഡ്ജസ്റ്റ്മെന്റുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. നോക്കുക, ഏറ്റവും അവസാനം നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇത് മാനുവൽ അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള വ്യത്യാസമുണ്ട്. ഈ 3 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഷുവറായിട്ട് എക്സാം ഉണ്ടാവും. കാരണം അതിൽ നിന്ന് നിങ്ങൾ 120 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ വലുതാക്കുമ്പോൾ ആ 3 ക്വസ്റ്റ്യനിൽ നിന്ന് വാട്ട് ഇസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ 3 ക്വസ്റ്റ്യനിൽ നിന്ന് ഓൾമോസ്റ്റ് 3 ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയാണ് അക്കൗണ്ടിങ്ങിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവര് ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ബാക്കി ഏരിയകളിൽ നിന്നെല്ലാം, ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ സിലബസിലെ ഏരിയകളിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ ഈ ഫോക്കസ് ഏരിയ നന്നായിട്ട് ക്ലിയർ ചെയ്യുന്ന ഒരാൾക്ക് ഫുൾ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. ഓക്കെ, എന്ന് വിചാരിച്ച് ഇതിൽ പറയാത്ത ഒരു പ്രിൻസിപ്പളിനെ കുറിച്ച് ചോദിക്കില്ലാന്ന്, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് 60 മാർക്കിന് 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ മുന്നിൽ ഉണ്ടാവുമ്പോൾ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിലധികം ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. ഓക്കെ, ഈ ഏരിയ മാത്രം തറവായി പഠിച്ചുകൊണ്ട് കുട്ടിക്ക് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് വരാൻ പറ്റും. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വർഷത്തെ ഈ ഫോക്കസ് ഏരിയയിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്. ഇതിൽ നിന്ന് തിയറിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. പണ്ട് ബിസിനസ് സ്റ്റഡീസിലും എക്കണോമിക്സിലും ഒക്കെ ആയിരുന്നു തിയറി ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാവുക. അക്കൗണ്ടൻസിയുടെ പ്രത്യേകത, അക്കൗണ്ടൻസിയിലെ പ്രോബ്ലം പേപ്പർ, പ്രാക്ടിക്കൽ മീൻസ് പ്രോബ്ലം, അതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക, തിയറിക്കായിരുന്നില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനിലേക്ക്, ഫോക്കസ് ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പ്രോബ്ലം ഏരിയ ഓൺലൈനായിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് വരുന്നത്, നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ ഒഴികെയുള്ള സംവിധാനങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പ്രോബ്ലം പേപ്പർ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതൽ ഉള്ളത് കൊണ്ട് ആ ഏരിയക്ക് കുറച്ച് പ്രാധാന്യം കുറച്ചതുപോലെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ നന്നായിട്ട് തിയറി പഠിക്കുന്ന ആൾക്ക് ഇതിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ നിന്ന് ഒരിക്കലും ജേർണൽ എൻട്രി എഴുതുന്നത് എങ്ങനെയാണോ, ക്യാഷ് ബുക്ക് എഴുതുന്നത് എങ്ങനെയാണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പഠിക്കുന്നത് അക്കൗണ്ടൻസി അല്ല. അപ്പോ ഈ ഫോക്കസ് ഏരിയ നന്നായിട്ട് വീഡിയോ ഒന്നും കൂടി കാണാം. ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ എന്ന് നോട്ട് ചെയ്ത് വെക്കാം.
ഫോക്കസ് ഏരിയയിൽ വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഫോക്കസ് ഏരിയ നന്നായിട്ട് എക്സാം ആകുമ്പോഴേക്കും ക്ലിയർ ആയിട്ട് പോവുക. ബാക്കി ഏരിയയെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇതിൽ വാങ്ങാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ വർഷത്തെ ഈ കൊറോണ കാലത്തെ, രണ്ടാം കൊറോണ കാലത്തെ എക്സാമിന്, അക്കൗണ്ടൻസിയുടെ എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ, ഫോക്കസ് ഏരിയ. ഓക്കെ, ഗവൺമെന്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഫോക്കസ് ഏരിയ. അപ്പൊ ഈ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് വേണം ഇനിയത്തെ വളരെ കുറഞ്ഞ ഡ്യൂറേഷൻ മാത്രമേ നമ്മൾ മുന്നുള്ളൂ. ഇനിയത്തെ ഡ്യൂറേഷനിൽ നമ്മുടെ പ്രാക്ടീസ് എല്ലാം, അക്കൗണ്ടിങ് പഠനമെല്ലാം ഈ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് വേണം. ഓക്കെ, അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.